ചക്കക്കുരുവും കഞ്ഞിവെള്ളവും ഉപ്പും പച്ചമുളകും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വെന്ത് കഴിഞ്ഞാൽ ഇതൊന്ന് ഉടച്ചു കൊടുക്കുക. എന്നിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 2-3 പിടി മുരിങ്ങയിലൂടെ ചേർത്ത് തിളപ്പിച്ചെടുക്കുക. തേങ്ങയൊന്നും ചേർക്കാത്ത നല്ലൊരു കറിയാണ് കേട്ടോ ഇത്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ചട്ടിയിലേക്ക്. ചെറിയുള്ളി, വെളുത്തുള്ളി, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ മൂപ്പിച്ച് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും രുചിയുള്ളൊരു ഐറ്റം നിങ്ങൾ മുമ്പ് കഴിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവർ വരെ ഇതുപോലെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ കഴിച്ചിരിക്കും. വഴുതനങ്ങ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ തേച്ചൊരു 10 മിനിറ്റ് മാറ്റി വെച്ച് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്ത് മുഴുവനായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണയിലേക്ക് കടുക് ചേർത്ത് പൊട്ടിച്ച് കുറച്ച് ചെറിയ ഉള്ളിയും 2 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്ത് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുക. ഇതൊരു 1/4 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം തൈര് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങ കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു തൈര് തിളച്ച് പോകരുത് കേട്ടോ. നന്നായിട്ടൊന്ന് ചൂടായിട്ട് കിട്ടിയാൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. നല്ല രുചിയുള്ള ഒരു തൈര് കറി വളരെ പെട്ടെന്ന് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. വെളിച്ചെണ്ണയിലേക്ക് കടുക് ചേർത്ത് പൊട്ടിച്ച് പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് മൂപ്പിച്ച് ഒരു സവോളയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവോള വഴന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു തക്കാളിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി സോഫ്റ്റ് ആക്കി എടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം വേണം കേട്ടോ തൈര് ചേർത്ത് കൊടുക്കാനായിട്ട്. 2 കപ്പ് തൈരിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കുക. ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. നല്ല അടിപൊളി തൈര് കറി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. നല്ല പഴുത്ത തക്കാളി മിക്സിയിൽ അരച്ച് ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? എൻ്റെ പൊന്നോ, അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ചോറിനാണെങ്കിലും ദോശക്കാണെങ്കിലും ഇതൊരു സ്പൂൺ മാത്രം മതിയാവും. 5 തക്കാളി മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയും ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തക്കാളി പേസ്റ്റും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു ചെറിയ പീസ് പുളി എന്നിവ ചേർത്ത് നന്നായിട്ട് വീണ്ടും തിളപ്പിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു തക്കാളി നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. മസ്റ്റ് ട്രൈ ആയിട്ടാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. വെജിറ്റബിൾസ് ഒന്നും ചേർത്ത് കൊടുക്കാതെ വെറും ഉള്ളിയും പരിപ്പും മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സാമ്പാർ തയ്യാറാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ചോറിലേക്ക് മാത്രമല്ല ഇഡ്ഡലിയിലേക്കും ദോശയിലേക്കൊക്കെ ഈ ഒരു സാമ്പാർ മതിയാവും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി കുക്കറിലേക്ക് ഒരു 1/4 കപ്പ് പരിപ്പ് നന്നായി കഴുകി വൃത്തിയാക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 5-6 ചെറിയ ഉള്ളിയും കുറച്ച് ഉപ്പും കറിവേപ്പിലയും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ഈ ഒരു പരിപ്പ് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്കൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കണം. അത്യാവശ്യം ചെറിയുള്ളി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉള്ളി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സാമ്പാർ തയ്യാറാക്കിയെടുക്കുന്നത്. പിന്നെ അതിലേക്ക് പച്ചമുളകും കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഉള്ളി ഒരുപാട് വയന്ന് സോഫ്റ്റ് ആവുമൊന്നും വേണ്ട, ഒന്ന് ട്രാൻസ്പെറൻറ്റ് ആയാൽ മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 തക്കാളി ഇതുപോലെ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ തക്കാളി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാട്ടോ. നിങ്ങൾ എന്തായാലും ഇതൊരു തവണ തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവും. ഇനി നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു പരിപ്പ് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടാണ് കിടക്കണമെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് ഈ ഒരു കറിയുടെ പാകത്തിലാക്കിയെടുക്കണം കേട്ടോ. ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വരുന്ന സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. പുളിക്ക് ആവശ്യമുള്ള പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. കൂടെ ഞാനൊരു ഇച്ചിരി ശർക്കരപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു എരിവും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ശർക്കര പൊടിച്ചതില്ലെങ്കിൽ ചെറിയ പീസ് ശർക്കര ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാമ്പാർ പൊടി ഒരു ബൗളിലേക്ക് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കറി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നേരിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കട്ട കെട്ടും, പെട്ടെന്നൊന്നും ഉടച്ചെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇതുപോലെ ആകുമ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാൻ കഴിയും. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് കടുകും ഉലുവയും കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ താളിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് ഒരു 10-20 മിനിറ്റ് അതുപോലെ തന്നെ വെച്ചിട്ട് അതിനുശേഷം ഉപയോഗിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു വെണ്ടക്കക്കറിയുടെ റെസിപ്പിയാണ്. നമ്മളിതിലേക്ക് തേങ്ങ അരപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ ഭയങ്കര ഈസിയാണ്. ഇതിലേക്ക് ചെറുള്ളി, വെളുത്തുള്ളി, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊന്നും പ്രത്യേകിച്ചൊരു അളവൊന്നുമില്ല. ഉള്ളികളൊക്കെ കൂടുതലുണ്ടെങ്കിൽ ടേസ്റ്റ് കൂടും. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
അപ്പോൾ ഞാനിവിടെ ഉള്ളികളൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഒരുപാട് മൂപ്പിച്ചെടുക്കൊന്നും വേണ്ട, ഇതുപോലെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു മസാലപ്പൊടികളുടെ ആ ഒരു പച്ചമണക്കൊന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. നന്നായി വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് ഇനി വെണ്ടക്ക ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വെണ്ടക്ക ചേർത്ത് കുറച്ച് സമയം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഈ വെണ്ടക്കയുടെ ആ ഒരു വഴുവഴുപ്പൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്കൊരു 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ വെണ്ടക്ക പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, ഒരുപാട് സമയമൊന്നും വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് തൈര് ചേർത്തിട്ടുള്ളൊരു വെണ്ടക്ക മോരുകറിയാണ്. അപ്പോൾ നിങ്ങൾ ഇതിന് മുമ്പ് വെണ്ടയ്ക്ക ഇതുപോലെ തൈര് ചേർത്ത് മോരുകറി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ തൈരിൻ്റെ പുളിക്കനുസരിച്ച് ഒഴിച്ചെടുക്കുക കേട്ടോ. നല്ല പുളി ഉണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചാൽ മതി. തൈര് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. നല്ലപോലെ ഒന്ന് തവി വെച്ച് ഇളക്കി കൊടുത്തൊന്ന് ചൂടാക്കിയെടുക്കുക. നമുക്കിതൊന്ന് താളിച്ചെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് താളിച്ചെടുത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു തവണ നിങ്ങളെല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനൊന്നും മറക്കരുത്. പരിപ്പും കുമ്പളങ്ങയും വെച്ചിട്ട് നല്ല ടേസ്റ്റിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു കറിയാണ്. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുമ്പളങ്ങ ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഈ ഒരു കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വേവിച്ചെടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള തേങ്ങാരപ്പ് ഒന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് തേങ്ങ ചിരവിയത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം എരിവിന് വേണ്ടത് ചേർത്ത് കൊടുക്കുക. നല്ല എരിവുള്ള മുളകായത് കാരണം ഞാനിവിടെ 3 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് ഇതിവിടെ മാറ്റി വെക്കാം. കുക്കറിൻ്റെ ആവിയെല്ലാം പോയ ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട്. കുമ്പളങ്ങയും പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ പരിപ്പൊക്കെ ഒന്ന് ചെറുതായിട്ട് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങാരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരുപാട് സമയം തിളപ്പിച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഒരു പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ്. കടുകും ചെറിയുള്ളിയും ഒരുമിച്ചിട്ട് തൂമിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു മൂപ്പിച്ചത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല രുചിയുള്ള ഒരു പരിപ്പ് കറിയാണ്. നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടാവും. അപ്പോൾ എന്നും ഒരേ രീതിയിലൊക്കെ കറി കഴിച്ച് മടുത്തെങ്കിൽ ഇടയ്ക്കൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള നല്ല രുചിയുള്ള ഒരു മത്തൻ കറിയുടെ റെസിപ്പി കണ്ടു നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ മത്തൻ ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും ആവശ്യത്തിന് ഉപ്പും എരിവിന് ആവശ്യമുള്ള പച്ചമുളകും ഇത് വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് കുക്കറിൽ ഇട്ടിട്ട് 1 വിസിൽ അടുപ്പിച്ചിട്ടും ഈ ഒരു മത്തൻ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് വേവിക്കാനായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള തേങ്ങ ചിരവിയതും കുറച്ച് കറിവേപ്പിലയും അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ മത്തനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് ഉടച്ചു കൊടുക്കരുത്, ഒരല്പം മാത്രം ഉടച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ മത്തനിവിടെ വെന്ത് വന്നതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങാരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു തേങ്ങയിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തിളപ്പിച്ചെടുക്കണം. ഇതിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ച് ഒഴിക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കറിയുടെ ഒരു കളറ് മഞ്ഞയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മത്തൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മത്തൻ കറിയാണ്. അപ്പോൾ നല്ല രുചിയുള്ള ഈ ഒരു മത്തൻ കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനിയും ഇതുപോലുള്ള ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്